നമ്മുടെയൊക്കെ ഒരു 10 വയസ്സ് കൃത്യമായിട്ട് ഓർമ്മിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോൾ നിങ്ങൾ 15ഓ 18ഓ 20 ആയാലും 10ാമത്തെ വയസ്സിൽ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഓക്കെ, നല്ല വെയിലുള്ള ഒരു ഉച്ച സമയം. കളിമുറ്റത്തെ പുല്ലുകൾക്കിടയിൽ അങ്ങനെ നിൽക്കുമ്പോൾ സമയം അങ്ങനെ തങ്ങി നിൽക്കുകയാണ് എന്ന് തോന്നും. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് 11 വയസ്സാകാൻ ഇനിയും ഒരു ജന്മം ബാക്കിയുണ്ട് എന്ന് കരുതിയ കാലം. അന്ന് ഒരു മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ പാത്രം പോലെയാണ്. അതിലൊരുപാട് കളികളും കഥകളും നമുക്ക് നിറച്ചു വയ്ക്കാം. പക്ഷെ നേരെ തിരിച്ച് ഇപ്പോഴത്തെ കാര്യം നോക്കിയേ. നിങ്ങൾക്കൊരു 25ഓ 30ഓ 35ഓ 40ഓ 45ഓ ഒക്കെ വയസ്സാകുമ്പോൾ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് 10 വർഷമൊക്കെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലങ്ങ് ഓടിപ്പോവുകയാണ്. പണ്ട് ഒരു മാസം പോകുന്ന അത്രയും ലളിതമായിട്ടാണ് ഇപ്പോൾ 10 വർഷം കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ക്ലോക്കിലെ സെക്കൻഡ് സൂചിക്ക് ഇപ്പോഴും ഒരേ വേഗത തന്നെ അല്ലേ? അപ്പോൾ പ്രശ്നം ക്ലോക്കിനല്ല, നമ്മുടെ ഉള്ളിലുള്ള സമയത്തിനാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരുതരം സൈക്കോളജിക്കൽ സ്ലിപ്പ് സ്ട്രീമിലാണ്. പ്രായം കൂടുന്തോറും സമയം കംപ്രസ് ചെയ്യപ്പെടുന്നു, അതായത് ചുരുങ്ങുന്നു. ഇതിൻ്റെ പിന്നിലെ സയൻസ് വെറും തിരക്ക് മാത്രമല്ല, നമ്മുടെ തലച്ചോറിൻ്റെ ഘടനയും പ്രപഞ്ചത്തിലെ ഇൻഫോർമേഷൻ തിയറിയും ഒക്കെ ചേർന്നുള്ള വലിയൊരു കളിയാണിത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയം ശരിക്കും 2 തരത്തിലുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തേത് ക്ലോക്ക് കാണിക്കുന്ന ഫിസിക്കൽ ടൈം, ഈ ആറ്റമൊക്കെ വെച്ച് അളക്കുന്ന കൃത്യമായ സമയം. അത് മാറുന്നില്ല. ഐൻസ്റ്റീൻ പറഞ്ഞ റിലേറ്റിവിറ്റി തിയറി ഒക്കെ തന്നെ അവിടെയാണ് അപ്ലൈ ആവുന്നത്. അങ്ങനെ ഉണ്ട് എങ്കിലും നമ്മളെ ബാധിക്കുന്ന ഒരു ചേഞ്ച് നമ്മുടെ ക്ലോക്കിലെ സമയത്തിന് വരുന്നില്ല. ഭൂമിയിലെ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 1 സെക്കൻഡ് തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ സമയമുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിലെ സമയമാണ്, അഥവാ സൈക്കോളജിക്കൽ ടൈമാണ്. ഒരു ബോറൻ ക്ലാസ്സിലിരിക്കുമ്പോൾ സമയം ഇഴഞ്ഞു നീങ്ങുന്നതും അടിപൊളി ഡേറ്റിലോ മൂവിയിലോ ഇരിക്കുമ്പോൾ സമയം പറന്നു പോകുന്നതും ഈ പ്രത്യേകത കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ക്ലോക്കിലെ സ്പീഡ് കൂടുകയല്ല, നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് സ്പീഡ് കൂട്ടുകയാണ്. നമ്മൾ ഈ ചാനലിൽ പറയുന്ന പല വീഡിയോസുകളും ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിലും ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചധികം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിന് മനസ്സിലായേക്കാം, പല കാര്യങ്ങളും വീണ്ടും കേൾക്കേണ്ടി വരും എന്നൊരു വാണിംഗ് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് തരികയാണ്. സോ നമുക്കൊരു പ്രത്യേക സമയം അനുഭവപ്പെടുന്നതിൻ്റെ പിന്നിലെ രഹസ്യം നോക്കിയാൽ 2 വാക്കുകൾ കേൾക്കാം. ഒന്ന് പ്രോസ്പെക്റ്റീവ് ടൈമും 2 റെട്രോസ്പെക്റ്റീവ് ടൈമും. നിങ്ങൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന സമയമാണ് പ്രോസ്പെക്റ്റീവ്. പക്ഷേ അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്ന സമയമാണ് റെട്രോസ്പെക്റ്റീവ്. ഇതിനെ സൈക്കോളജിസ്റ്റുകൾ ഹോളിഡേ പാരഡോക്സ് എന്ന് വിളിക്കും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു 2 ആഴ്ചത്തെ വിദേശ യാത്ര പോവുകയാണ്. പുതിയ സ്ഥലങ്ങൾ, പുതിയ ഭക്ഷണം, പുതിയ മുഖങ്ങൾ. അവിടെ ആയിരിക്കുമ്പോൾ സമയം ഭീകരമായിട്ട് മെല്ലെ പോകുന്നത് പോലെ തോന്നും. കാരണം നമ്മൾ ഓരോ കാര്യവും അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ തിരിച്ചെത്തി ആ 2 ആഴ്ചയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു വലിയ കാലഘട്ടമായി തോന്നും. കാരണം അത്രയും പുതിയ ഓർമ്മകൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നേരെ തിരിച്ചോ, ഓഫീസിൽ പോവുകയാണ്. അവിടെയും ഇതേ 2 ആഴ്ച ചിലവഴിക്കുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, പഠിക്കാൻ പോകുന്നു. അവിടെ ഇരിക്കുമ്പോൾ മടുപ്പാണ്, സമയം പോകുന്നില്ല. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ 2 ആഴ്ച എങ്ങോട്ടാണ് പോയതെന്ന് പോലും അറിയില്ല. കാരണം അവിടെ പുതിയതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ആങ്കർ ചെയ്യാനായിട്ടുള്ള ഓർമ്മകളില്ല. ഇവിടെയാണ് മെമ്മറി ഡെൻസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കടന്നു വരുന്നത്. നമ്മുടെ തലച്ചോറ് ആക്ച്വലി ഒരു വീഡിയോ ക്യാമറ പോലെ അല്ല പ്രവർത്തിക്കുന്നത്. പകരം ഒരു സിനിമയുടെ എഡിറ്ററിനെ പോലെയാണ്. തലച്ചോറിന് ഒരുപാട് എനർജി വേണം. നമ്മുടെ ശരീരത്തിൻ്റെ ആകെ ഭാരത്തിൻ്റെ 2% മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 20% ഊർജ്ജവും തലച്ചോറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനർജി ലാഭിക്കാൻ ബ്രെയിൻ എപ്പോഴും ശ്രമിക്കും. നമ്മൾ പുതിയ കാര്യം കാണുമ്പോൾ ബ്രെയിൻ കഷ്ടപ്പെട്ടത് പഠിക്കും, റെക്കോർഡ് ചെയ്യും. പക്ഷേ എന്നും ചെയ്യുന്ന കാര്യമാണെങ്കിൽ ബ്രെയിൻ പവർ സേവർ മോഡിലേക്ക് മാറും. ഒരു 40 വയസ്സായ വ്യക്തി എത്രയോ സൂര്യാസ്തമയങ്ങൾ കണ്ടിട്ടുണ്ട്, എത്രയോ തവണ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെയിൻ വിചാരിക്കും, ഇതൊക്കെ എനിക്കറിയാം, ഇനി ഇതിൽ പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യാനൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വർഷവും ഒരു ചെറിയ ഫയലായി ചുരുങ്ങും. പണ്ട് കുട്ടിക്കാലത്തെ 1 മാസത്തെ ഓർമ്മയുടെ അത്രയും ഡാറ്റ പോലും മുതിർന്ന ഒരാളുടെ 1 വർഷത്തെ ഓർമ്മയിൽ ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ ന്യൂറോ സയൻസ് ഞാൻ പറയാം. നമ്മുടെ തലച്ചോറിൽ മറ്റൊരു ക്ലോക്കില്ല, പകരം ഒരു ഗ്രൂപ്പ് വർക്കാണ് അവിടെ നടക്കുന്നത്. ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗമാണ് സെക്കൻഡുകളെ അളക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്നത് ഡോപ്പമിനാണ്. നമുക്കൊരു പുതിയ കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നുമ്പോൾ ഡോപ്പമിൻ കൂടും. കുട്ടികളിൽ ഈ ഡോപ്പമിൻ്റെ ലെവൽ വളരെ കൂടുതലാണ്. ഒരു ക്യാമറയിൽ ഹൈ ഫ്രെയിം റേറ്റ് വെച്ച് ഷൂട്ട് ചെയ്യുന്നത് പോലെയാണ് അവരുടെ ബ്രെയിൻ. എല്ലാം സ്ലോ മോഷനിൽ കൃത്യമായി അവർ കാണുന്നു. പക്ഷേ പ്രായമാകുമ്പോൾ ഡോപ്പമിൻ കുറയും. നമ്മുടെ ഉള്ളിലെ ക്യാമറയുടെ ഫ്രെയിം റേറ്റ് കുറയുമെന്ന് സാരം. അപ്പോൾ ലോകം പെട്ടെന്ന് ഓടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ഇതിനെ കൂടുതൽ വ്യക്തമാക്കാൻ ഡേവിഡ് ഈഗിൾമാൻ എന്ന ശാസ്ത്രജ്ഞൻ ചെയ്ത ഒരു പരീക്ഷണം ഞാൻ പറഞ്ഞുതരാം. ഒരാളെ വളരെ ഉയരമുള്ളൊരു ടവറിൽ നിന്ന് താഴെയുള്ള വലയിലേക്കിടും. അയാൾ വീഴുന്ന ആ സെക്കൻഡുകളിൽ കയ്യിലുള്ളൊരു ഡിജിറ്റൽ വാച്ചിലെ നമ്പറുകൾ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. ആ നമ്പറുകൾ അത്രയും വേഗത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വീഴുന്ന സമയത്ത് സമയം സ്ലോ ആയതുപോലെ തോന്നി നമ്പറുകൾ വായിക്കാൻ പറ്റുമോ എന്നതായിരുന്നു ചോദ്യം.
സത്യത്തിൽ അയാൾക്ക് നമ്പറുകൾ വായിക്കാൻ പറ്റിയില്ല. പക്ഷേ വീഴ്ച കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ആ കുറഞ്ഞ സെക്കൻഡുകളെ വലിയൊരു സമയമായിട്ട് അയാൾക്ക് തോന്നി. കാരണം ആ അപകട സമയത്ത് തലച്ചോറ് വല്ലാതെ ഉണർന്ന് പ്രവർത്തിച്ചു, ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു. അപ്പോൾ കൂടുതൽ മെമ്മറി ഉണ്ടെങ്കിൽ സമയം കൂടും. അപ്പോൾ ഇനി ഗൗരവമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തിയറിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ക്ലോഡ് ഷാനൻ എന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നതാണ്. ഇതിൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കുക എന്നതാണ് അർത്ഥം. കുട്ടികൾക്ക് ലോകം മൊത്തം അത്ഭുതമാണ്, അതുകൊണ്ട് അവരിലേക്ക് ഒരുപാട് ഡാറ്റ കയറുന്നുണ്ട്. ഇതിനെയാണ് ഹൈ എൻട്രോപ്പി സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ മുതിർന്നവർ പ്രെഡിക്റ്റീവ് കോഡിംഗ് എന്ന ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ ബ്രെയിൻ മുൻകൂട്ടി പ്രവചിക്കും. നമ്മുടെ പ്രവചനം ശരിയാവുമ്പോൾ ബ്രെയിൻ പുതിയതായിട്ടൊന്നും പഠിക്കില്ല. സർപ്രൈസുകൾ ഇല്ലാതാകുമ്പോൾ ഓർമ്മകൾ കുറയും. ഓർമ്മകൾ കുറയുമ്പോൾ സമയം പറന്നു പോകും. പ്രായം കൂടുന്തോറും നമ്മുടെ തലച്ചോറിൻ്റെ കണക്ഷനുകൾക്ക് മാറ്റം വരുന്നുണ്ട്. കുട്ടികളിൽ ട്രില്യൺ കണക്കിന് കണക്ഷനുകളുണ്ട്. പക്ഷേ വളരുമ്പോൾ ആവശ്യമില്ലാത്ത കണക്ഷനുകളെ ബ്രെയിൻ വെട്ടിമാറ്റും. ഇതിനെയാണ് സിനാപ്റ്റിക് പ്രൂണിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവയെ മൈലിൻ എന്ന കൊഴുപ്പ് പാളി വെച്ച് ഇൻസുലേറ്റ് ചെയ്യും. ഇത് ബ്രെയിനിനെ സ്പീഡുള്ളതാക്കും. പക്ഷേ ആ സ്പീഡ് കാരണം പുതിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റി കുറയും. ചുരുക്കത്തിൽ ഒരു മുതിർന്നവൻ്റെ തലച്ചോറ് ഒരു എക്സ്പ്രസ് ഹൈവേ പോലെയാണ്. വേഗതയുണ്ട്, പക്ഷേ കാഴ്ചകൾ കാണാൻ പറ്റില്ല. ഗണിതശാസ്ത്രപരമായി, അതായത് മാത്തമാറ്റിക്കലി, ഇതിനെ പ്രൊപ്പോർഷൻ തിയറി എന്ന് വിളിക്കാറുണ്ട്. പിയറി ജാനറ്റ് എന്ന ഫിലോസഫറാണ് ഇത് പറഞ്ഞത്. ഒരു 5 വയസ്സുകാരനെ സംബന്ധിച്ച് ഒരു വർഷം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ 20%. അത് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. പക്ഷേ ഒരു 50 വയസ്സായ വ്യക്തിക്ക് ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ 2% മാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ നല്ല ലോജിക്കായിട്ട് തോന്നുമെങ്കിലും ഇതിനേക്കാൾ വലിയൊരു കാരണം നമ്മുടെ ജീവിത രീതിയാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഈ ടൈം കംപ്രഷൻ വീണ്ടും കൂടിയിട്ടുണ്ട്. സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും വന്നപ്പോൾ നമ്മുടെ അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റഡ് ആയി. നമ്മൾ ഒരു ദിവസം ആയിരക്കണക്കിന് കാര്യങ്ങൾ ഫോണിൽ കാണുന്നുണ്ട്, പക്ഷേ ഒന്നും ആഴത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഇതിനെയാണ് കണ്ടിന്യൂസ് പാർഷ്യൽ അറ്റൻഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ 4 മണിക്കൂർ റീൽസ് കാണുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. പക്ഷേ ഓർത്തു നോക്കിയാൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. ഇതൊരു മെമ്മറി വോയിഡാണ് ഉണ്ടാക്കുന്നത്. റെക്കോർഡ് ചെയ്യാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ 4 മണിക്കൂർ ശാശ്വതമായി ഡിലീറ്റായി പോകുന്നു. ടെക്നോളജി നമ്മളെ വല്ലാതെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. ഇമോഷൻസിലും ഇതിൽ വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ, അതായത് ഫ്ലോ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ സമയം അപ്രത്യക്ഷമാവും. കാരണം അപ്പോൾ നമ്മൾ സമയത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. നേരെ മറിച്ച് ബോറടിച്ചിരിക്കുമ്പോൾ നമ്മൾ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സമയം ഇഴഞ്ഞു നീങ്ങും. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ബോറടിച്ച കാലമൊന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഒരു സിസ്റ്റമായി കാണാൻ പറ്റുക? ഇതിനെ നമുക്കൊരു ലൂപ്പായിട്ട് വിളിക്കാം. അതായത് നമുക്ക് പ്രായമാകുമ്പോൾ ബ്രെയിനിൻ്റെ സ്പീഡ് കൂടും. ബ്രെയിനിൻ്റെ സ്പീഡ് കൂടുമ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് കുറയും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കാവും, റൂട്ടീനാവും. അങ്ങനെ വരുമ്പോൾ ഓർമ്മകളും അനുഭവങ്ങളും കുറയും. അങ്ങനെ വരുമ്പോൾ സമയം സ്പീഡായി തോന്നും. ഇതാണ് സൈക്കിൾ. ഇതൊക്കെ കേട്ടിട്ട് സമയം ഇങ്ങനെ പോകുകയല്ലേ എന്ന് കരുതി പേടിക്കണ്ട. ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. സമയം സ്പീഡ് കൂട്ടുകയല്ല, നമ്മൾ അതിനെ ഡാറ്റ കുറച്ച് കംപ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജീവിതത്തിലേക്ക് നോവൽറ്റി അഥവാ പുതുമകൾ കൊണ്ടുവരിക. എന്നും ഒരേ വഴിയിലൂടെ പോകാതെ ഷോർട്ട് കട്ടുകളൊക്കെ മാറ്റിപ്പിടിച്ച് ലോങ് ആയിട്ടുള്ള വഴികളിലൂടെ പോവുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക, യാത്രകൾ പോവുക. ഫോൺ നോക്കി മാത്രം ഇരിക്കാതെ ചുറ്റുപാടുമുള്ള ലോകത്തെ ശ്രദ്ധിക്കുക. ഒരു 10 വയസ്സുകാരൻ്റെ കൗതുകത്തോടെ ലോകത്തെ നോക്കിയാൽ ബ്രെയിൻ വീണ്ടും ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. നമ്മുടെ ലൈഫിൻ്റെ ബിറ്റ് കൂടും. ചുരുക്കി പറഞ്ഞാൽ സമയം ഒരു തുണി പോലെയാണ്. അത് എത്രത്തോളം കട്ടിയുള്ളതാകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ ജീവിച്ചാൽ ആ തുണി നേർത്തതായി പോകും, പെട്ടെന്ന് തീരും. പക്ഷേ ഓരോ നിമിഷവും പുതിയ കാര്യങ്ങൾ ചെയ്തും അത്ഭുതപ്പെട്ടും ജീവിച്ചാൽ ആ തുണിക്ക് നല്ല കട്ടിയുണ്ടാവും. 10 വയസ്സിലെ ആ പഴയ വേനൽക്കാലം നമുക്കൊരിക്കലും പൂർണ്ണമായും തിരിച്ചു കിട്ടില്ലായിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതം വെറുമൊരു മിന്നായം പോലെ പോകാതെ ഓരോ നിമിഷവും അനുഭവിച്ച് തീർക്കാൻ നമുക്ക് പറ്റണം. ക്ലോക്ക് അതിൻ്റെ പണി ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ പണി ചെയ്യാം. ലോകം ഇനിയും അത്ഭുതത്തോടെ നോക്കിക്കാണാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, ബൈ.